നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നന്ദുചേട്ടൻ്റെ കുറേ വിശേഷങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ പുതുതായിട്ട് കുറച്ച് വിശേഷങ്ങൾ കൂടി പറയുന്നുണ്ട്. തന്നെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ചില സംഭവങ്ങൾ, അതുപോലെ ജീവിതത്തിൽ വാങ്ങിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വാഹനം. അതിനെപ്പറ്റി പറഞ്ഞത് എനിക്ക് ഒരു ദിവസമെങ്കിലും ആ വാഹനം ഓൺ ചെയ്യണമെന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു നേട്ടത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് ആരംഭിക്കാം. അപ്പോൾ വീണ്ടും നമസ്കാരം. ദൈവത്തോടാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് എല്ലാ ദൈവങ്ങളും ആണല്ലേ. ഇടയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നതിൽ നിന്ന് പിന്നെ പ്രൊമോഷൻ കിട്ടിയില്ല, അസോസിയേറ്റ് ആയില്ലേ? അസോസിയേറ്റ് വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, പിന്നെ ഇടയ്ക്ക് ഒരു പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഡയറക്ടർക്ക് ഒരു അസുഖം വന്നത് കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 10-20 ദിവസം ഞാൻ ആ ഒരു പോർഷൻ ഫുള്ള് ഞാനാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ എൻ്റെ പേരൊന്നും വയ്ക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം നമ്മുടെ കഥയോ നമ്മുടെ ഒരു ഇതൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. അപ്പം അതുകൊണ്ട് അത് അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ നമ്മൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ സംവിധാനം പഠിച്ചവരുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ അഭിനയിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ സംവിധാനം ചെയ്യുന്ന ആൾ പോരാ എന്ന് തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ അടുത്തൊരു നടൻ അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ സംവിധാനമാകുകയും ചെയ്തു. ചില സമയങ്ങളിൽ അങ്ങനെ അയാൾ പോരാന്നല്ല തോന്നുന്നത്. ഇത് കുറച്ചുകൂടെ ബെറ്റർ വേറൊരു രീതിയിൽ എടുത്താൽ നന്നായിരിക്കുമല്ലോ. അപ്പം നമുക്ക് നല്ല അടുത്ത ഇപ്പം ബൈജു ആണ് ഇപ്പം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വന്ന് രഹസ്യമായിട്ട് ചെവിയിലും ബൈജു ഇത് ഇങ്ങനെ കാരണം അപ്പുറത്തൂടെ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ശരിയാണ്, ആ ചേട്ടാ അത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുന്ന സമയങ്ങളിൽ മറ്റു ചിലരുണ്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന. ഉദാഹരണം, ഞാൻ ഇപ്പം അടുത്ത ഒരു കാലത്തൊരു പടം ചെയ്തു. അപ്പം ആദ്യത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഒന്ന് തോന്നിയ സമയത്ത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കത് തിരിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഇത് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൺവിൻസ് ആയി. കാര്യം എന്നാൽ അവർ നമ്മളെക്കാളും ഷാർപ്പായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ, അതായത് ഇതുവഴി നടന്നു വരണം അതുവഴി നടന്നു വരണം, എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇതുവഴി നടന്നു വരണേക്കാളും ഷോർട്ട് വൈസ് ചിലപ്പോൾ അതായിരിക്കും ഭംഗി. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ഇതുവഴി വരണതിൻ്റെ കാരണം എന്താണ്, ഇത് നമ്മൾ പിന്നീട് നമ്മൾ അറിയും എന്നുള്ളത് പറഞ്ഞു തന്നപ്പോൾ അപ്പോൾ അത് അത്രയും മനസ്സിൽ ആ സിനിമ കിടക്കണോണ്ടാണ്. അപ്പം നമ്മളീ പറയണത് നമുക്ക് തോന്നുന്നത് ശരിയാവണം നിർബന്ധമൊന്നുമില്ല. അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് വേറെ ലെവലിലായിരിക്കും. അപ്പോൾ പിന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ, ഒന്നും അറിയാത്ത ചില ആൾക്കാരുടെ കൂടെ പറയും. അപ്പോഴും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും, പണ്ട് നമ്മുടെ എൻ്റെ അസോസിയേറ്റായിട്ട്, ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത സുധീഷ് ചേട്ടനുണ്ട്. അപ്പോൾ സുധീഷ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ അവസ്ഥകൾ വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ പറയും, നന്ദു ആ സമയത്ത് ഒറ്റ കാര്യം മനസ്സിലാക്കുന്നു, നാവടക്കൂ പണിയെടുക്കും, അത് അല്ലെങ്കിൽ പണി വീട്ടിയിരിക്കും, അടുപ്പിൽ പൂച്ച കയറി കിടക്കൊണ്ട് ഉണ്ടായിരുന്നുള്ള നാവടക്കൂ പണിയെടുക്കും, അത്രേ ഉള്ളൂ. അത് ചോദിക്കാനും പോകരുത്. അപ്പോൾ ഈ തുടങ്ങിയ വേണുഗോപാലി കാലത്തിന് ശേഷം ഇത്രയും പുതിയ പിള്ളേരിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് വലിയൊരു വ്യത്യാസം സിനിമയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ സംവിധാന രീതികളിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്? ഒരുപാട് എല്ലാ കാര്യങ്ങളും മാറിയല്ലോ. ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റൽ ആയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. ഇപ്പോഴും ഫിലിമിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ പറയുന്ന നമ്മൾ കാണുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നിരിക്കില്ല. അത് ഡയറക്ഷൻ വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും കാര്യം ഇപ്പോൾ കാര്യങ്ങൾ കുറേ കൂടെ ഈസിയായി. മനസ്സിലായില്ലേ? നമുക്ക് ഇത് കണ്ട് ചെയ്യാമെന്നുള്ളൊരവസ്ഥ. അപ്പം നമ്മൾ ആലോചിക്കുന്നത് ഒരു കാരണവശാലും കാണാൻ പറ്റാത്ത കാലഘട്ടത്തിലെ സിനിമകൾ. ഇപ്പം നമ്മൾ അടുത്ത ബന്ധമുണ്ട്, ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ, ഈ കിരീടവും സൽമാൻ കുമ്പത്തും ഇത്തരം സിനിമകളൊക്കെ അനുഭവങ്ങൾ പാളിച്ചകൾ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതല്ലോ. ഈ സിനിമയൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നറിയാമോ? അതൊന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി. മോണിറ്ററൊന്നും ഇല്ല. ഇത് നമുക്കിത് കണ്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഷോട്ട് മിസ് ചെയ്താൽ അപ്പം തന്നെ എടുക്കാം. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് അടുത്ത ദിവസം ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത ദിവസം വീണ്ടും ഇട്ട് കാണുമ്പോൾ അപ്പം തോന്നണം അയ്യോ ഒരു ഷോട്ടൂടെ വേണമെന്ന്, അപ്പം വീണ്ടും എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഈസി. മറ്റേത് അന്നത്തെ കാലത്ത് ഇത് ഷൂട്ട് ചെയ്തിട്ട് ഈ 4 ദിവസം 5 ദിവസത്തെ ഇത് സാധനം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ, എൻ്റെ ജോലിയാണ്, നമ്മൾ ഈ ഇത് എഴുതുന്ന ഷോട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് കംപ്ലീറ്റ് എഴുതി ഒരു എഡിറ്റർക്ക് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, അത് കംപ്ലീറ്റ് നോട്ട് ചെയ്ത് അതിൻ്റെ 2 കോപ്പിയുണ്ട്, എന്നിട്ട് ഒരു കോപ്പി മാത്രം എടുത്ത് ഈ കോപ്പികളെല്ലാം കൂടെ ഒരുമിച്ചാക്കി ഈ ഇത്രയും ഫിലിം, അത് ഒരു 10 റോള് കാണും, ആ 10 റോള് ഫിലിമും എല്ലാം കൂടെ വെച്ചിട്ട് ഒരാളിത് ചെന്നൈ കൊണ്ടുപോയി ലാബിൽ അടിച്ചിട്ട് ഈ സാധനം 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും. ഏത് ഇപ്പം നമ്മൾ പൊള്ളാച്ചിയിലാണ് ഷൂട്ടിങ് എങ്കിൽ പൊള്ളാച്ചിയിൽ ഈ സാധനം വരും. അപ്പം ശനിയാഴ്ച ഞായർ ഏതെങ്കിലും ഒരു ദിവസം രാത്രി 12 മണിക്ക് തിയേറ്റർ ബുക്ക് ചെയ്യും. തിയേറ്റർ ബുക്ക് ചെയ്തിട്ട് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, ക്യാമറാമാൻ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു 3-4 പേര് മാത്രം പോയിരുന്ന്
സൗണ്ടൊന്നുമില്ല, എടുത്ത ഷോട്ട് മാത്രം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പം നോട്ട് വെച്ചേക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഫോൾട്ട് വന്നോ, ഫോക്കസ് ശരിയായില്ലേ, കട്ടർ ഇടയിൽ കയറി വന്നോ, ഇതൊന്നും അറിയാക്കില്ല. മറ്റേത് ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ക്യാമറയിൽ കൂടെ ഇതിൽ കൂടെ നോക്കുമ്പോൾ ഈ ഫിലിമിൻ്റെ ഇത് ഇങ്ങനെ ഫിലിമിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മളിങ്ങനെ ഈ ഷട്ടർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഷട്ടർ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സ്പീഡിൽ അടിക്കുന്നത്, അതായത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഈ നോർമൽ സ്പീഡ് എന്നുണ്ട്. അപ്പോൾ 24 പ്രാവശ്യം ഈ ഷട്ടർ ഇങ്ങനെ കിടക്കിടക്കിടക്കിട അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന ഈ സാധനത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ക്യാമറമാൻ കാണുന്നത് എന്തൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ ഒരു കട്ടർ വന്ന് കയറുക, ഒരു ലൈറ്റിൻ്റെ ഇത് വന്ന് കയറുക, ഒരു ആളവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല, കാര്യം 100 ആർട്ടിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ എവിടെ കാണും ഇതൊക്കെ. അപ്പോൾ എന്ത് ഷാർപ്പായിട്ട് നോക്കിയാണ് എടുക്കുന്നത്. ഇനി അഥവാ അത് വന്നാൽ ഇതിൽ കാണുമ്പോൾ എങ്ങനെ അത് മാച്ച് കളയും? അത് മായ്ക്കുന്ന ടെക്നോളജി ഇല്ല. അപ്പോൾ വന്നത് തന്നെ. അപ്പം നമ്മളിതുപോലെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയ്ക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ അത് റഷസ് ഇട്ട് കണ്ടപ്പോഴും ആണ് മനസ്സിലാക്കുന്നത് ഒരു പർട്ടിക്കുലർ ലെൻസിനകത്ത് നടുവിലൊരു ഫംഗസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ഷോട്ട് 3 ഷോട്ട് എന്തോന്നോ ക്ലോസപ്പ് എന്തോ എടുത്തു. ആ 3-4 ഷോട്ടിലും ആ ഫംഗസ് ഉണ്ട് അതിനകത്ത്. പിന്നെ ആ ആർട്ടിസ്റ്റ് പോവുകയും ചെയ്തു. അത് ഷൂട്ട് ചെയ്യാൻ ഒത്തില്ല, ലൊക്കേഷനെ ഷിഫ്റ്റായി മാറി, അത് പിന്നെ ഷൂട്ട് ചെയ്യാവത്തില്ല. അപ്പം ഇപ്പോഴും ആ സിനിമയ്ക്കകത്ത് ആ 4 ഷോട്ട് വരുമ്പോൾ നടുവിൽ ഫംഗസ് പോലെ ഉണ്ട്. അപ്പം അന്നത്തെ പഴയ സിനിമയുടെ മഴയൊക്കെ വരുമല്ലോ, പഴയ അതുപോലത്തെ എന്തോ ആണെന്ന് ജനം വിചാരിച്ചു. പക്ഷെ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടവർ മുഴുവൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട്, അന്ന് അശ്വന്ത് വാക്ക അന്ന് ഇല്ലാത്തതുകൊണ്ടില്ല. അശ്വന്ത് വാക്ക അപ്പം തന്നെ എഴുതി തന്നെ അതിനകത്ത് ക്യാമറമാൻ ഒരു തേങ്ങ അറിഞ്ഞൂടാ, മഞ്ഞ കളറിലൊരു ഫംഗസ് കണ്ടോ ചോദിച്ചിട്ട് അപ്പം തന്നെ പറഞ്ഞാൽ. അപ്പോൾ നന്ദുചേട്ടൻ്റെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലണ്ടൻ വരെ വന്നു. ഇപ്പോൾ ലണ്ടനിലാണ് നിൽക്കുന്നത്. അങ്ങനെ ലണ്ടനിൽ നിൽക്കുമ്പോൾ എന്നെ ഹ്യുണ്ടായിൽ നിന്നും വിളിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് ഏറ്റവും പുതിയ എക്സ്റ്ററിൻ്റെ നൈറ്റ് എഡിഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. KNIGST എന്ന നൈറ്റ് എഡിഷൻ. അത് ഗംഭീരമായിട്ടുണ്ട്. വിഷ്വലി തകർപ്പൻ സംഭവമാണ് പുതിയ നൈറ്റ് എഡിഷൻ. അതിന് പ്രത്യേകം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ റെഡ് ആക്സൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡീലർഷിപ്പുകളിലൊക്കെ നൈറ്റ് എഡിഷൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എക്സ്റ്ററിൻ്റെ ആ ഒരു വിഷ്വൽ അപ്പീൽ ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് എഡിഷൻ വന്നപ്പോൾ. രണ്ടാമത്തെ കാര്യം, എല്ലാ ഹ്യുണ്ടായി ഷോറൂമുകളും ഇപ്പോൾ NRI ഫെസ്റ്റ് നടക്കുകയാണെന്നുള്ള കാര്യമാണ്. ജൂലൈ 31 വരെയാണ് NRI ഫെസ്റ്റ് ഉള്ളത്. ഈ സമയത്ത് നിങ്ങൾ വാഹനങ്ങൾ ഹ്യുണ്ടായുടെ ഏത് മോഡൽ ബുക്ക് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ അധിക ഓഫറുകളാണ് ലഭിക്കുന്നത്. അതായത് കുറേ എന്താ പറയുക ആക്സസറികളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് 10,000 രൂപയുടെ ആക്സസറികൾ ഫ്രീ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് തന്നിരിക്കുന്നത്. അത് ജൂലൈ 31 വരെ ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ചെന്നാൽ അതിനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ എക്സ്റ്ററിൻ്റെ ആനിവേഴ്സറിയാണ്. 1 വർഷമായി എക്സ്റ്റർ വന്നിട്ട്. എക്സ്റ്റർ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു മൈക്രോ SUV ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എക്സ്റ്ററിൻ്റെ 1 വർഷം അല്ലെങ്കിൽ ആനിവേഴ്സറി പ്രമാണിച്ച് നിങ്ങൾക്ക് വളരെ ഗംഭീരമായ ഒരു ഓഫർ കൂടി തരുന്നുണ്ട്. അതായത് എക്സ്റ്റർ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി ഏത് ഡീലർഷിപ്പിൽ ചെന്നാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഓടിച്ച് നോക്കാൻ ചെല്ലുന്ന എല്ലാവർക്കും ഉണ്ട് ആ ഗിഫ്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടിച്ച് നോക്കുക. പക്ഷേ കാര്യമുണ്ട്, എക്സ്റ്റർ ഓടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. അത്രയും മനോഹരമായൊരു മൈക്രോ SUV ആണ്. അങ്ങനെ 3 കാര്യങ്ങളാണ് എന്നെ പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഹ്യുണ്ടായിൽ നിന്നും. 3 കാര്യങ്ങൾ മോശമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് നന്ദുചേട്ടൻ്റെ ഇവിടെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഹ്യുണ്ടായി ഡീലർഷിപ്പിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൂടെ ചോദിക്കട്ടെ, അശ്വന്ത് ഗോക്കിനെ പോലുള്ള നിരൂപരെ അംഗീകരിക്കുന്നുണ്ടോ? ഈ നിരൂപണം നല്ലതാണ്, പക്ഷേ ഈ ചില സമയങ്ങളിൽ കുറച്ച് കടന്ന കൈ ആവുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, ഇപ്പം ഈ അയാൾ സിനിമാക്കാരനല്ല, പക്ഷെ ചില ആൾക്കാർ സിനിമയിലുള്ളവർ തന്നെ കയറി ഇരുന്നിട്ട് സിനിമയെ പറ്റി വളരെ മോശമായിട്ടൊക്കെ ചിലപ്പോൾ പറയും. അപ്പം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും ഓടണമെന്നാണ്. കാര്യം ഇതൊരു പ്രൊഫഷനാണ്, ഇതൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എല്ലാ സിനിമകളും ഓടണം എന്നുള്ളത്. കാര്യം ഓടിയാലേ കൂടുതൽ ആൾക്കാർ കൂടുതൽ വർക്കുകൾ ഉണ്ടാവും, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കൂടുതൽ. ഇതിപ്പം നമ്മൾ തന്നെ ഇതിനെ ഒരുപാട് വിമർശിച്ചാൽ നമ്മൾ നമ്മുടെ കഞ്ഞി പാറ്റിയിടുന്ന പോലെയാണ്. അപ്പോൾ കഴിയുന്നപ്പോൾ ചോദിച്ചാൽ പടം അങ്ങനെ ഉണ്ട്, മനസ്സിൽ മോശമാണെന്ന് തോന്നിയാൽ പോലും കുഴപ്പമില്ല, കാണാം, ഒരു പ്രാവശ്യമെങ്കിലും കാണാം എന്ന് നമ്മൾ പറയണം. അട്ടർ ഫ്ലോപ്പ് ഭയങ്കര കുഴപ്പമൊന്നും അങ്ങനെ ഒന്നും. അപ്പം ഈ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട്, ഞാൻ വേറെ ആരുടെയും കാണാറില്ല, അങ്ങനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഷാർപ്പായിട്ട്, അതായത് കൃത്യമായിട്ട് ഇന്ന ഇത്ര ഷോട്ടുണ്ട് അതെല്ലാം അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പറയണത്, വെറുതെ കയറി പറയുകയല്ല. പക്ഷെ അത് ചില സമയങ്ങളിൽ കുറച്ച് കൈവിട്ട് പോകാറുണ്ടോ, കൂടുതലാവാറുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൗലികാവകാശമാണ് അദ്ദേഹത്തിന് ചെയ്യണം, അത് ചെയ്യട്ടെ. അപ്പം പലപ്പോഴും നമ്മൾ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ നോക്കി ഡയലോഗ് പറഞ്ഞോളാം കേട്ടോ. അശ്വന്ത് ഗോക്കിനെ മനസ്സിൽ ആലോചിച്ചാൽ പറയും, അയ്യോ ശരിയാണ് കേട്ടോ. അത് അത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അശ്വന്ത് ഗോക്ക്. തീർച്ചയായിട്ടും. പിന്നെ അദ്ദേഹത്തിന് കാര്യം സിനിമയിൽ ഇപ്പോൾ പുള്ളിക്കാരനെ അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും സിനിമയിൽ അറിയാം. അത് ഒരുപക്ഷെ വിവാദങ്ങൾ കൊണ്ടുപോവാം, ചില വിവാദങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ കേസൊക്കെ വന്നു, അതൊക്കെ അതുകൊണ്ടും ആവാം.
അപ്പം നിശ്ചിതമായി വിമർശിക്കുന്നവരും ഉണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പം ഞാനത് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അയാളുടെ ജോലി ചെയ്യട്ടെ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ സൂക്ഷിക്കുമല്ലോ. അതെ, ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും ഞാനിപ്പോഴും ആലോചിച്ചാൽ ഞാനിപ്പോൾ എല്ലാ വണ്ടിയും നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അത് പറ്റൂല, അതല്ലേ? അങ്ങനെ ഇല്ലേ. ഇപ്പം നമ്മളൊരു വണ്ടി മോശമാണെന്ന് തോന്നിയാൽ മോശമായിട്ട് പറയാനുള്ള സ്വാതന്ത്യമുണ്ട്, എനിക്കുണ്ട്. അതുപോലെ തന്നെ അശ്വന്ത് ഗോക്കിന് ഒരു സിനിമ മോശമാണെന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എപ്പോഴും അത് നന്നായി നമ്മൾ ഭയങ്കര സക്സസ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയിൽ മോശമായിട്ട്, പിന്നെ അതുകൊണ്ട് സിനിമ കാണാതിരിക്കുന്നൊക്കെ പറഞ്ഞ ചുമ്മാതെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ വ്യൂവർഷിപ്പ് 3.5 കോടി ജനം മലയാളത്തിലുണ്ട്, കേരളത്തിലുണ്ട്. ഇതിനകത്ത് 3 കോടി ജനം ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് അദ്ദേഹത്തിന്റെ കാണുന്ന ഒരു എത്രയോ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം അതൊക്കെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ഈവൻ 1% ഓഫ് ദ പോപ്പുലേഷൻ. അപ്പം അതുകൊണ്ട് അത് കാരണം ഈ സിനിമ ഓടിയില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. അതുകൊണ്ട് ഈ സിനിമ ഓടണമെന്നുമില്ല, ഓടണ്ടെന്നുമില്ല. അങ്ങനെ എത്രയോ പേര് എന്തെല്ലാം പറയുന്നു. അപ്പം എത്രയും നല്ല സിനിമകൾ, വളരെ നല്ല സിനിമകൾ ഓടാതെ പോയിട്ടുണ്ട്. ഈ റിവ്യൂ കൊടുത്തിട്ട് ഓടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ശരിയാണ്. അപ്പം അതെന്തോ കാര്യം. നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരു പരസ്യത്തിന്റെ പുറത്തുമല്ല ഈ മഞ്ഞുമൽ ബോയ്സ് എങ്ങനെ ഓടിയത്. പെട്ടെന്ന് ഭയങ്കര ഇൻസ്റ്റന്റ് സക്സസ് അല്ലേ. അത്രേ ഉള്ളൂ. അതിപ്പോ ആര് മോശമെന്ന് പറഞ്ഞാലും നല്ല സിനിമയാണ്, ആൾക്കാർ കാണുകയും ചെയ്യും. തീർച്ചയായിട്ടും മോശം പടമാണെന്ന് പറഞ്ഞാലും ആളുകൾ കയറും. അപ്പൊ അത് ഇറ്റ്സ് നോട്ട് എ വെരി ഒരു ദിസ് ഈസ് ദ റീസൺ എന്നൊന്നും ഒരു കാരണവശാലും പറയാനില്ല. ദാറ്റ് ഈസ് വൈ എനിക്ക് അങ്ങനെയുള്ള ഒരു ഹേറ്റ്നെസ്സോ അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്പിരിറ്റ് തൊട്ട് മുന്നോട്ടുള്ളൊരു കാലഘട്ടത്തിലേക്ക് വരാം. സ്പിരിറ്റിന് ശേഷമുള്ള ജീവിതം എത്രത്തോളം മാറി മറിഞ്ഞു ജീവിതം സ്പിരിറ്റിന് ശേഷം? സ്പിരിറ്റിന് ശേഷമാണ് ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത്. നേരെ ഒരു ജീവിതം തുടങ്ങിയത് സ്പിരിറ്റിന് ശേഷം. ചോദിക്കുന്ന പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി. ചോദിക്കുന്ന പൈസ തന്നെയാണ് ബെസ്റ്റ്. പ്രൊഡ്യൂസർ പൊട്ടന്മാരല്ല ചോദിക്കുന്ന പൈസ. എത്ര വലിയ പടമാണെങ്കിലും പ്രൊഡ്യൂസർ നമ്മളൊരു ചെറിയ പടമാണ്, അതൊരു ട്രെൻഡിങ് വേർഡാണ്. പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കേൾക്കുള്ളൂ. അപ്പം പൈസയുടെ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ കടുംപിടുത്തം നടത്താറില്ല. ഇപ്പൊ തന്നെ 2-3 പടങ്ങളല്ല, കൂടുതൽ പടം 2-3 പടങ്ങളാണ് എടുത്തു പറയാത്ത കൊണ്ട് 2-3 പടങ്ങൾ പറഞ്ഞ ദിവസത്തിൽ നിന്നൊക്കെ ഒരുപാട് ദിവസം കൂടി 18-20 ദിവസം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് 55 ദിവസം ഷൂട്ട് ചെയ്ത പടങ്ങളുണ്ട്. അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അവരുടെ അടുത്തൊന്നും ഞാൻ പോയി കാശ് വേണമെന്ന് പറഞ്ഞാൽ തർക്കിക്കുകയോ വെള്ളം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പണ്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നമ്മളോട് മോശം പെരുമാറ്റം കൂടെ ആയപ്പോൾ പൈസ തന്നാലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തിന് മാത്രം, ഞാൻ മാത്രമല്ല ഞങ്ങളോട് 2-3 പേരുണ്ടായിരുന്നു, നമ്മൾ റൂമിൽ നിന്ന് വരില്ല, ഞങ്ങൾ തരാനുള്ള പൈസ വന്നിട്ട് ഞങ്ങൾ വരാമെന്ന്. ഒരു പടത്തിന് മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ. അന്ന് പൈസ തരികയും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു. അത് അവരുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചോദിക്കില്ലായിരുന്നു. പിന്നെ വേറെ പടത്തിന് ഇതുപോലെ ആ പ്രൊഡ്യൂസർ 2 ഗുണ്ടകളെ വെച്ചിട്ടുണ്ട്, പൈസ ചോദിക്കുന്നവനെ ഇടിക്കുക, അങ്ങനത്തെ ചില പരിപാടികൾ. അവരുടെ അടുത്തൊന്നും കാശ് കൂടുതൽ ദിവസം ആയപ്പോഴത്തേക്കും അങ്ങനെ ഗുണ്ടകൾ ഇടിക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതൊന്നും അങ്ങനെയൊന്നും ഇപ്പം അതൊക്കെ പണ്ടത്തെ കഥകളാണ്. അങ്ങനെയൊന്നും ഇപ്പം ഇതിൻ്റെ കാര്യം തന്നെ ഈ ഗുണ്ടകൾക്ക് അഭിനയമോഹം വന്നു. അപ്പോൾ ഗുണ്ടകൾക്ക് അഭിനയമോഹം വന്നപ്പോഴത്തേക്കും വേഷം കൊടുക്കണമെന്നു ഡയറക്ടർ തോന്നുന്നു, കൊടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ ഡയറക്ടർക്കും അറിയാം, അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ ചെന്ന് പൈസ വയ്ക്കുമ്പോഴത്തേക്കും എന്താ പൈസ എന്നൊക്കെ പറഞ്ഞ് വേറിട്ടിട്ട് ഇവന്മാരെ ഓടിക്കുക. അപ്പോൾ ഇയാൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഈ സംഭവം. അപ്പോൾ അവരെ പിടിച്ച് വില്ലൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങനെ ഫൈറ്റ്, വില്ലൻ്റെ ഗ്രൂപ്പിൽ ഫൈറ്റ്. ഈ ഫൈറ്റ് മാസ്റ്റർ വന്നപ്പോൾ മാസ്റ്റർ തന്നെ, മാസ്റ്റർ இந்த 2 பேர் ரொம்ப கஷ்டம் சார், இங்கே எல்லாரையும் உதைக்கிறா சார். ഓ அப்படியா, നോ പ്രോബ്ലം. യവന്മാരെ ഇടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, അവസാനം അവർ കെഞ്ചി, സാർ ഒരു ഇടി തിരിച്ചു കൊടുക്കട്ട, നീങ്ക വില്ലൻ ഗ്രൂപ്പ് உங்களுக்கு കൊടുക്ക முடியாது, നീങ്ക വാങ്ങണം ഇടിയല്ല. അങ്ങനെ മൊത്തം ഇടിയും വാങ്ങിച്ച് ചുരുണ്ട്, പിന്നെ ദാതായിത്വം ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു, കൂടാതെ ഫുൾ ഹോളിവുഡ് എന്താണ് ടെക്നീഷ്യൻസ് ഉള്ള 2 സിനിമകൾ അഭിനയിച്ചു അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചല്ലോ. ഈ ഹോളിവുഡ് എന്ന് വെച്ചാൽ മലയാളം സിനിമകൾ തന്നെ ആയിരുന്നു, പക്ഷേ ടെക്നീഷ്യൻസ് എല്ലാം വളരെ, അതായത് അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളർ ഒഴിച്ച് ഡയറക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് അസോസിയേറ്റ് അവിടെ ആളായിരുന്നു. നമ്മളെ ഇവിടുന്ന് അസോസിയേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ചീഫ് അസോസിയേറ്റ് സായിപ്പ് തന്നെയായിരുന്നു. അയാളുടെ കൂടെ 2 പടം ചെയ്തിട്ടുണ്ട്. ഡാൻ ഗ്ലോക്കണർ എന്ന് പറയും, ഡാൻ ഗ്ലോക്കണർ, ഇപ്പോഴും ബന്ധമുണ്ട്, മെസ്സേജ് ആക്കി വിളിക്കുകയൊക്കെ ചെയ്യും. ഒന്ന് മൺസൂൺ മാങ്കോസ്, മറ്റൊന്ന് രണം. പിന്നെ രണം. മൺസൂൺ മാങ്കോസിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ എൻ്റെ സുഹൃത്താണ് നവീൻ ഭാസ്കർ. നവീൻ എൻ്റെ മാഗസിനിലെ സബ് എഡിറ്ററൊക്കെ ആയിരുന്നു കുറേ കാലം. അപ്പോൾ എന്താണ് വലിയൊരു വ്യത്യാസം ഈ 2 രാജ്യങ്ങളിലെ സിനിമ പ്രൊഡക്ഷനിലുള്ളത്? അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ആണേ, ഭയങ്കര സിസ്റ്റമാറ്റിക്, ടെക്നിക്കലാണോ? ടെക്നിക്കൽ. അതായത് ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ദിവസം എനിക്ക് ഉച്ചയ്ക്ക്
ശേഷം 2 സീനുണ്ട്. അന്ന് ആ സീനേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 6 മണി വരെ ഈ നമ്മൾ കോൾ ഷീറ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ ഇവിടെ കേട്ടിട്ടേ ഉള്ളൂ, ഇവിടെ കണ്ടിട്ടില്ല. അവിടെ കോൾ ഷീറ്റ് ഉണ്ട്. അത് നമുക്ക് തലേ ദിവസം നമുക്ക് പ്രിൻ്റ് ഔട്ട് തരും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് മെയിലിൽ വരും, അല്ലെങ്കിൽ വാട്സാപ്പിൽ വരും. അപ്പോൾ ഈ കാൾ ഷീറ്റിനകത്ത് എവറിഡേ സെയിം ഫോർമാറ്റാണ്. പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്, കാര്യങ്ങൾ, പിന്നെ ദിവസം, നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം, ഷൂട്ടിംഗ് തീരുന്ന സമയം, ഓരോ ബ്രേക്കിൻ്റെ സമയം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്ക്, ലഞ്ച്, എല്ലാം അത് അതിൻ്റെ ടൈം, വെതർ, എത്ര മണിക്ക് മഴ വരും. അവിടെയൊക്കെ ഇവിടുത്തെ പോലെ വരാനും വരാതിരിക്കാൻ ആ പരിപാടി ഇല്ല. വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. 1:25 മഴ പെയ്യുന്നു പറഞ്ഞാൽ 1:25 മഴ പെയ്യും. 2:30 സ്നോ ഉണ്ടെന്ന് പറഞ്ഞാൽ 2:30 സ്നോ. അത് കൃത്യമാണ്. അപ്പോൾ ഇവർ അതൊക്കെ ഉൾപ്പെടെയാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ഇന്ന സീന് 1333A അതിൽ ഇന്ന ആർട്ടിസ്റ്റ്, അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഇത് ഫുൾ ഡീറ്റെയിൽ ആണ് വരുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വണ്ടി, ഇപ്പോൾ അതുപോലെ പിക്കപ്പ് ടൈം 7:15 എന്ന് പറഞ്ഞാൽ 7:15 വണ്ടി താഴെ വന്നിരിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് കയറുക, പോവുക, വർക്ക് ചെയ്യുക, തിരിച്ചു വരിക. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നോക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വൈകിട്ട് നേരത്തെ വരാമെങ്കിൽ, ഒരു 4 മണിക്ക് വരാമെങ്കിൽ നമുക്ക് അന്ന് എവിടെ ഒരു സ്ഥലം കാണാൻ പോകണം, എന്തോ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അപ്പം ഞാനും ഫഹദ് ഫാസിലും പിന്നെ ഫഹദിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്ന അവിടുത്തെ കുട്ടിയാണ്. ഞങ്ങൾ 3 പേരും ഉള്ള സീനാണ് ഈ 2 സീൻ. 2 സീനും ഒരേ മുറിയിലാണ്. മനസ്സിലായില്ലേ? കോസ്റ്റ്യൂമും സെയിം ആണ്. പക്ഷേ ആദ്യം 1 മണി 1:30 ശേഷം ആദ്യം ഒരു സീന്, അത് ഒരു 2 hours പോകും. അത് കഴിഞ്ഞ് ഒരു സീന്, അതൊരു 2-3 hours പോകും. എല്ലാം കൂടെ വൈകിട്ട് 6 മണിക്ക് തീരും എന്തായാലും. ഈ 2 സീനും ഒരേ ലൊക്കേഷൻ, ഒരേ എല്ലാം സെയിം. അപ്പം ഞാൻ അസോസിയേറ്റ് തോന്നുന്നത് 2ാമത്തെ സീനിൽ ഞാൻ ഇല്ല. അല്ല, 1ാമത്തെ സീനിൽ. 1ാമത്തെ സീനിൽ ഞാനില്ല. 2ാമത്തെ സീനിൽ ഞാൻ ഉണ്ട്. 1ാം സീനിൽ അവർ 2 പേരും മാത്രമേ ഉള്ളൂ. 2ാം സീനിൽ ഞാനും ഉണ്ട്. അപ്പം ഞാൻ അസോസിയേറ്റ് തോന്നുന്നത് എനിക്ക് വേണമെങ്കിൽ 4 മണിക്ക് പോവാം. ഇങ്ങനെ ഇത് ഇങ്ങോട്ട് കൊണ്ട് തിരിച്ചാൽ മതി. ഈ 2ാമത് എടുക്കാനുള്ള സീൻ ആദ്യം ആക്കുക, ആദ്യം എടുക്കുന്നത് 2ാമതാക്കുക. അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തിട്ട് എനിക്കൊരു 3:30-4 മണിയാകുമ്പോൾ എനിക്ക് പോവാം. ഇത് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. സെയിം റൂം, സെയിം ലൈറ്റപ്പ്, എല്ലാം സെയിമാണ്. നമ്മളിവിടെ അസോസിയേറ്റ് ഉണ്ട്, നമ്മുടെ ലിനു എന്ന് പറയും. ലിനു ആയിരുന്നു എൻ്റെ അസോസിയേറ്റ്. അപ്പം ലിനു ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലേ, ഒരു മൊട്ട സൂചി മാറ്റാക്കൂല. അതായത് ഇവർ 5 മാസം 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് അവർക്ക് അത് അൺതിങ്കബിൾ ആണ്. അങ്ങനത്തെ ഒരു അവർ ഹൗ ഇറ്റ് ഇസ് പോസിബിൾ, നമ്മളിത് പ്ലാൻ ചെയ്താൽ അത് അങ്ങനെ നടക്കാവൂ, അങ്ങനെ നടക്കൂ. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ചോദിക്കുകയേ വേണ്ട, ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞു തരാം, ക്യാൻസൽ ചെയ്ത പരിപാടി നടക്കുകയില്ല. ഇവർക്ക് ഒരു കാരണവശാലും മാറ്റാക്കില്ല. ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ഇപ്പം മാറ്റിത്തരാം, ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വരില്ല. അവർക്ക് അത് പറഞ്ഞാൽ 4 മണിക്ക് എടുക്കണമെന്ന് 4 മണിക്ക് എടുത്തിരിക്കും. അതുപോലെ അസോസിയേറ്റ് ഡയറക്ടർ ഭയങ്കര പവറാണ്, ഇവിടുത്തെ പോലെയല്ല. അങ്ങനെയാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ലാഗ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഈ ഫുൾ മൈക്ക് ഇതുണ്ട്, അതിൽ കൂടെ അനൗൺസ് ചെയ്യും. അനൗൺസ് എന്ന് പറഞ്ഞാൽ ചൂട് ഭയങ്കര ദേഷ്യപ്പെടും. ഇപ്പോഴും വി ആർ റണ്ണിങ് 12 minutes ലേറ്റ്. ഈ സീൻ തീർന്നില്ല. ഐ വോണ്ട് ദിസ് സീൻ ടു ബി ഓവർ ബൈ 1 o'clock ആൻഡ് ദാറ്റ്സ് എൻ ഓർഡർ എന്ന് പറഞ്ഞാൽ സകല ആൾക്കാരും ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ സിങ് സൗണ്ടായിരുന്നു. അപ്പം സിങ് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സിങ് സൗണ്ട്, സ്റ്റാർട്ട് ക്യാമറ, സൈലൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പറയും. കാര്യം സൈലൻസ് അല്ലേ അവിടെ ഷൂട്ട് ചെയ്യണം. പക്ഷേ പതുക്കെ പറയാമല്ലോ, അവിടെ അങ്ങനെയല്ല. അവിടെ സൈലൻസ്, അവരിങ്ങനെ നടക്കുമ്പോൾ സൈലൻസ് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ആ ഷോട്ട് തീരുന്നത് ഒരു അനങ്ങില്ല. അപ്പം ഇങ്ങനെ നിന്ന് അവൻ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, സൈലൻസ് പറഞ്ഞാൽ പോയിട്ട് അവിടെ ചെന്ന് കസയിലൊക്കെ ഇരുന്ന് ഇവർ പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഓരോ സമയത്തിനും ഭയങ്കര വില കൊടുക്കുന്ന ആൾക്കാരാണ്. 7:15 വണ്ടി വരുന്ന പറഞ്ഞാൽ കൃത്യം 7:15, 7:14 വിളിക്കില്ല, 16 15 കോൾ വന്നിരിക്കും വണ്ടി റെഡി എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ പോയി പോകാൻ വേണം. അപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ പോകുമോ? നേരത്തെ പറയും. ചുമ്മാതെ കാര്യം അങ്ങനെ പറയുന്നില്ല. നാളത്തെ ഷൂട്ടിങ് 2 മണി ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഷൂട്ടിങ് 2 മണിയിലുണ്ട്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 1 മണി തൊട്ടേ കാണുള്ളൂ. അതൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെയാണ് എല്ലാ കാര്യത്തിലും. എവരിത്. പിന്നെ മാത്രമല്ല, ഇപ്പം 2 പടം ചെയ്യുമ്പോഴും കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഒറ്റ ലേഡിയായിരുന്നു. 2 ആൾക്കാരായിരുന്നു. ഇപ്പോൾ 2ാമത് ചെയ്ത ഈ പടത്തിലെ കുട്ടിയുടെ ഒരു ഹോളി പാറ്റേഴ്സൺ എന്നാണ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരുമായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരെല്ലാം ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഫ്രണ്ട്സാണല്ലോ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ പിന്നെ ഈ ഹോളി വരണത് ഒരു കാറിൽ, ആ ഉള്ള കാറിൻ്റെ ഡിക്കിയും ബാക്കിലത്തെ സീറ്റും എല്ലാം ഫുള്ള് കോസ്റ്റ്യൂമായിരുന്നു. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനില്ല. നേരെ വരിക, അവരുടെ ഒരു സ്പേസ് അവർ കണ്ടെത്തും. അവിടെ കംപ്ലീറ്റ് അവർ തന്നെ എടുത്ത് ഫോൾഡബിൾ ഇതുണ്ട്, ഷെൽഫ് പോലെ സാധനം. അത് ഫുള്ള് കട ഒറ്റയ്ക്ക് ഫുള്ള് ഒരു കൈവച്ചേ ആ പരിപാടിയില്ല. നമ്മൾ ഒരു സഹായം വേണ്ട, ഒന്നും വേണ്ട.
അത് ഒറ്റയ്ക്ക് കൂളായിട്ട് എല്ലാം റെഡിയാക്കി സകല ഡ്രസ്സും എടുത്ത് അയൺ ചെയ്ത് ഹാങ് ചെയ്ത് ഷൂസ് എവറിത്തിങ് എല്ലാം പക്കയാക്കി അവൾ റെഡി. 8:15 ഇത് റെഡി ആവണമെന്ന് അവൾക്ക് ഓർഡർ കൊടുത്തിട്ട് 8:15 ഫുൾ റെഡി ആയിരിക്കും. അവിടെ ചെന്ന് മറ്റേ ഡ്രസ്സ് അവിടെ, ഈ ഡ്രസ്സ് അവിടെ, പ്രശ്നമില്ല. എല്ലാം ഏത് ഡ്രസ്സ് സീൻ നമ്പർ പറഞ്ഞാൽ അവൾ കറക്റ്റായിട്ട് കൈത്തരും. അതേപോലെ തന്നെ മേക്കപ്പ് അവർ വരണവർ അവർ സ്വന്തമായിട്ട് വരും. അവർ കറക്റ്റായിട്ട് അവർക്ക് ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ റെഡിയായി അവർക്കുള്ള സ്ഥലമൊക്കെ അവർ നേരത്തെ റെഡിയാക്കി വെച്ചേക്കും. മേക്കപ്പിന് ഇന്ന റൂം, കോസ്റ്റ്യൂമിന് ഇന്ന റൂം എന്ന് പറഞ്ഞാൽ അവർ വരും, അവരുടെ സാധനം റെഡിയാക്കും. അവരുടെ ചെയർ ഉൾപ്പെടെയാണ് വരണത്. നമുക്ക് ഇരിക്കാനുള്ള ചെയർ. ഇവിടെ വന്ന് നമ്മൾ ചെയർ തപ്പണം, മേശ തപ്പണം, ലൈറ്റ് ഇല്ല സ്ഥലം. ഇവർ വിത്ത് ലൈറ്റ്, വിത്ത് മേക്കപ്പ്, കണ്ണാടി എല്ലാം വെച്ച് റെഡിയാക്കിയിട്ട് നമ്മളെ വിളിക്കും, മേക്കപ്പ് ചെയ്യുക, പോവുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദിയിലോ? ഇപ്പം ഹിന്ദി അല്ല, മലയാള ആൾക്കാർ പ്രീജൻ്റെ അവിടെ വല്ലേ. അപ്പോൾ അതിനകത്ത് എല്ലാ ടെക്നീഷ്യൻസും ഇവിടെ ചെയ്യുന്ന ആൾ തമിഴ്നാട്ടിലുള്ളവരായിരുന്നു ഫുള്ള്. പക്ഷെ നടന്മാരും മാത്രം അവിടെ ഉള്ളവർ. അപ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ഒരു പെരുമാറ്റം നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. അതായത് അമരീഷ് പുരിയൊക്കെ ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. അദ്ദേഹത്തിന് 2-3 പടം ചെയ്തതാണ്. അപ്പം നമ്മളോട് അമരീഷ് പുരി, അതുപോലെ തന്നെ നമ്മുടെ രാജ്പാൽ യാദവ്, ടിനു അനന്ത്, അദ്ദേഹത്തിന് പരിചയപ്പെട്ടു, വർക്ക് ചെയ്തു. ഒരു വർക്കേ ചെയ്തിട്ടുള്ളൂ. പരേഷ് റാവലുമായിട്ട് അദ്ദേഹം എപ്പോൾ കണ്ടാലും നന്ദുജി എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ പരസ്യമൊക്കെ ചെയ്തു. അപ്പോൾ പരേഷ് റാവലുമായിട്ട് കുറച്ചുകൂടെ നല്ല പരിചയമുണ്ട്. അപ്പം ഇവരൊക്കെ അവിടുത്തെ പടങ്ങളിൽ അവരൊക്കെ വലിയ ജാടകളൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ഈ സെറ്റിലൊക്കെ അവർ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹം. അവർക്ക് കാണിക്കേണ്ട സ്ഥലത്ത് അവർ കാണിച്ചോളൂ. നമ്മുടെ അവിടെ നമ്മുടെ കാര്യം അവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, നമ്മുടെ രീതികളൊക്കെ. അപ്പം ഇവരൊക്കെ ശരിക്കും 10 മണി 11 മണിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ 7 മണിക്കും 8 മണിക്കും 6 മണിക്കൊക്കെ വരാൻ പഠിച്ചത് എനിക്കൊന്ന് പ്രിയചേട്ടൻ അവിടെ ചെന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു ഷോട്ട് എടുത്തിട്ട് പോവുക. അപ്പോൾ ഹിന്ദി നന്നായിട്ട് അറിയാമായിരുന്നോ? വിളിക്കും നമ്മൾ പഠിച്ച സ്കൂളിൽ പഠിച്ച ഹിന്ദി അറിയാം, സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഹിന്ദിയൊക്കെ അറിയാം. അപ്പൊ അത് വെച്ച് നമ്മൾ ഡയലോഗ് നമുക്ക് തരുമ്പോൾ അത് പഠിച്ച് സിംഗ് സൗണ്ട് വരെ അഭിനയിച്ച ഹിന്ദി. സിംഗ് സൗണ്ട് ഇപ്പൊ ഹംഗാമ 2 എടുത്തപ്പോൾ സിംഗ് സൗണ്ട് ആയിരുന്നു. പക്ഷെ പ്രിയജനം പറഞ്ഞു, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, കാര്യം എന്തായാലും ഞാൻ ഡബ് ചെയ്യും. കാര്യം നമ്മൾ പറഞ്ഞാലും ആ ഹിന്ദി ആക്സെന്റ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ പിന്നെ ഡബ് ചെയ്തു. പിന്നെ ആ സീനും വെട്ടിങ് കളഞ്ഞു. അപ്പം ഇത് അറിയാവുന്ന ഹിന്ദി മതി, അത് പറയാവുന്നതേ ഉള്ളൂ. കുറച്ച് ടെൻഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ അധികം ഇൻട്രസ്റ്റ് കൊടുക്കാത്തത്. അപ്പോൾ ഇപ്പോൾ ഈ സ്പിരിറ്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വേഷങ്ങൾ കിട്ടുന്നുണ്ടോ? അതുപോലെ മറ്റുള്ളവർ ചോദിക്കാതെ തന്നെ വിളിച്ച് അഭിനയിപ്പിക്കുന്നുണ്ടോ? അതുപോലെ ഈ പറഞ്ഞ സീരിയസ് വേഷങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ? കൂടുതൽ സീരിയസ് വേഷം കിട്ടുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ ടച്ചുള്ള വേഷം കിട്ടുന്നുണ്ട്, ഒരു വില്ലൻ പോലത്തെ വേഷം കിട്ടുന്നുണ്ട്. അതൊക്കെ അല്ല, എനിക്ക് നല്ല വില്ലനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് നമുക്കിപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിലും നമ്മളെ വിളിക്കും, നമ്മൾ പോയി അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ അറിയില്ല എന്താണ് ചെയ്യണമെന്ന്. ഇതാകുമ്പോൾ നമ്മളത് വിളിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ആരെങ്കിലും വിളിച്ചിട്ട് ഇന്നതാണ് കഥാപാത്രം എന്ന് പറയും. അപ്പം നമുക്ക് ഒരു നേരത്തെ തന്നെ ഒരു അറിയാം എന്തായിരിക്കും ചെയ്യാൻ പോകണമെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ചെറിയ മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ മനസ്സിലായില്ലേ. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അഭിനയിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അല്പം വയറൊക്കെ ഉള്ളുണ്ട്, അതൊക്കെ ഒന്ന് പിടിച്ച് പോലീസ് എന്നുള്ളൊരു തോന്നൽ അപ്പോഴേ ഉണ്ടാവും. പിന്നെ അപ്പം പിന്നെ ചിലപ്പോൾ പറയും അത് ഹെഡ് കോൺസ്റ്റബിൾ ആണ്, റിട്ടയർ ചെയ്യാനായിട്ട് 6 മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പേരിലൊന്നും വേണ്ട, മതി, കുഴപ്പമില്ല. അപ്പം മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ സ്പിരിറ്റൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്തിനിടയ്ക്ക് മനസ്സ് മടുത്തിട്ടുണ്ടോ? ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കണ്ടായിരുന്നു, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ മതി തോന്നിയ സമയങ്ങളുണ്ടോ? പ്രൊഫഷൻ എടുക്കണ്ട എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ട്. പല വർക്കുകളുടെ കാര്യം, വർക്ക് മുമ്പോട്ട് പോവില്ല, കാശും ഇല്ല, ലൊക്കേഷൻ നമുക്ക് താല്പര്യമില്ല, അപ്പം നമുക്ക് ആ അടുത്ത ബന്ധമുള്ള കൂടെ ആൾക്കാരും ഇല്ല. അങ്ങനെയൊക്കെ ചില സമയങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം തോന്നിയിട്ടുണ്ട് വീട്ടിൽ പോകണം തോന്നിയിട്ട് കരഞ്ഞിട്ടുണ്ട്, വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റും. ചില സ്ഥലത്ത് ചൂട്, ഇപ്പം ഞാൻ ഒരു പടത്തിന് പോയിട്ട് ധനുഷ്കോടിയിൽ ഷൂട്ടിങ് 5 ദിവസം, ഭീകരമായ ചൂട്. ധനുഷ്കോടിയിൽ അറിയാലോ, പോയിട്ടില്ല, ഒരു മയമില്ലാത്ത സ്ഥലമാണല്ലോ. അന്ന് മറ്റേ ഇപ്പോഴാണ് റോഡുള്ളത്, അന്ന് റോഡില്ല, മറ്റേ വണ്ടിക്ക് 4x4 പോകണം. അവിടെ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ അവിടെ ഒരു അമ്പലം ഉണ്ട്, പഴയ അമ്പലം, അതിൻ്റെ ഒരു ഷെഡുണ്ട്. ആ ഒരൊറ്റ ഷെഡാണ് ആ കൂടെ. അപ്പം അവിടെ ചെന്ന് ഈ ഷെഡിൽ അകത്തിരിക്കുക. നമുക്ക് വല്ലപ്പോഴേ ഷോട്ടുള്ളൂ, എപ്പോഴും ഫുൾ ടൈം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്ക് ഷോട്ട് വിളിക്കും, അവിടെ ചെന്ന് നിൽക്കാവുമോ പഴുത്തിട്ട്. അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കും. ഇപ്പോൾ ഗ്ലാസ് ഊരുമ്പോൾ ഇത്രയും ഭാഗം വെളുത്തിരിക്കും, ബാക്കി മുഴുവൻ കറുത്തിരിക്കും. ഭയങ്കര ചൂട്.
2 ദിവസം 3 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സും അടുത്ത് എങ്ങനെയെങ്കിലും വീടെത്തിയാവുന്ന. പക്ഷെ 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെ ചില നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഒന്നാമതൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ നമ്മൾ. കാര്യം 10,000-3000 പേര് ഒറ്റയടിക്ക് മരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തിനോട് താല്പര്യമില്ല. അത് കഴിഞ്ഞ് അങ്ങനെ 1-2 സമയങ്ങൾ. പിന്നെ മാത്രമല്ല ഒരുപാട് ദിവസം നീണ്ട് പോവുക. അപ്പോഴും നമുക്ക് തോന്നുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വീട് എത്തണം എന്നല്ല. പ്രൊഫഷനോട് ഒരിക്കലും എനിക്ക് ഈ വേണ്ടായിരുന്നു വേറെ പോകാം. കാര്യം ഞാൻ ശരിക്കും ഇതിന് വരണതിന് മുമ്പ് ആഗ്രഹിച്ച വേറെ കുറേ പ്രൊഫഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഈ കരി എഞ്ചിനില്ലേ ട്രെയിന്, അതിൻ്റെ ഡ്രൈവർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോഴും ആ വണ്ടി അതിൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്രാവൽ ഏജൻസിയിൽ ഞാനത് ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചാണ്. മാത്രമല്ല എനിക്ക് 84 കാത്തെ പസഫിക്കിൽ ജോലിയും കിട്ടിയാണ്. കാത്തെ പസഫിക്കിൻ്റെ GSA സ്റ്റാഫായിട്ട് അവിടെ GSAയിൽ. പക്ഷേ അന്ന് അതിൻ്റെ മാനേജർ സൗത്ത് സോൺ മാനേജർ എൻ്റെ ഒരു കസിനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നന്ദു 6 മാസം ടെമ്പററി ആയിട്ട് നിൽക്കുക, അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഒരു ഇത് കൊടുക്കുക, ഇയാളെ നമുക്ക് അബ്സോർബ് ചെയ്യാമെന്ന് കൊടുത്താൽ നന്ദുവിന് കാത്തയുടെ സ്റ്റാഫായിട്ട് എടുക്കുക. പക്ഷെ അന്ന് ഈ പ്രശ്നം, അന്ന് അതേ സമയത്താണ് ഈ പേപ്പർ കിട്ടാത്തത്. എനിക്ക് സ്റ്റെപ്പിന് വിട്ടില്ലെന്ന് പറഞ്ഞില്ല, അതേ സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ എന്തു പറ്റി, ഞാൻ എറണാകുളത്ത് പോയി അങ്ങയുടെ ഓഫീസിൽ തിരിച്ചു വരാൻ നേരത്ത് ഞാൻ ഇവിടെ വരേണ്ടതിനിടയിൽ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവൻ ഒരു പേപ്പർ എഴുതിയിട്ടില്ല, ചില ജോലി കൊടുത്താൽ ചിലപ്പോൾ പിന്നെ അത് എഴുതൂല്ല എന്ന് പറഞ്ഞു. അങ്ങനെയും പാര. അത് പിന്നെ അതും കിട്ടിയില്ല. അന്ന് ഞാൻ കയറി, അന്ന് ഞാൻ എയർലൈന് കാത്തെ പസഫിക് കയറിയിട്ട് ഇരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഗവർണറോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പിന്നെ അവിടെ തന്നെ ഇരുന്നെങ്കിൽ ഞാൻ എവിടെയോ എത്തി 15-20 ലക്ഷം മാസം ശമ്പളം വാങ്ങിച്ചോണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് മോശമായില്ല. നമ്മൾ അങ്ങനെ റിഗ്രറ്റിംഗ് ഇല്ല എനിക്ക്. ഞാൻ അതാ ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്യാമല്ലോ, ഇത് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാ. ഇപ്പൊ ഇതുണ്ട്, ഇതിൽ നമ്മൾ ഹാപ്പിയാണ്, ഇതുകൊണ്ട് മുമ്പോട്ട് പോവുക. അതിനാണ് ഞാൻ ചോദിക്കാറുന്ന കാര്യം, ഇപ്പൊ ജീവിതത്തിൽ പൂർണ്ണമായി ഹാപ്പിയാണോ? തീർച്ചയായിട്ടും പൂർണ്ണമായി ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക്, അതായത് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പം അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ പൂർണ്ണമായും എല്ലാം കിട്ടിക്കഴിഞ്ഞാലേ നമ്മളല്ലാതാവും. അപ്പം നമുക്ക് അല്പസ്വല്പം വിഷമവും ഇടയിൽ വേണം, ഇല്ലെങ്കിൽ അഹങ്കാരമായി പോകും. മാത്രമല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം ഭയങ്കര കോടീശ്വരന്മാർ ലൈക്ക് അംബാനി, അദാനി, ഇവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സമ്പത്ത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അവർ വിചാരിക്കുന്ന വണ്ടികളോ പ്ലെയിനുകളോ ഒക്കെ എടുക്കാനും അവരിലൊക്കെ എത്ര പേര് ഉറങ്ങുന്നുണ്ടെന്ന് വെച്ചാൽ പൈസ മാത്രമല്ലല്ലോ. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ സമാധാനമായിട്ട് 10-10:30 വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ഇവർക്ക് അഥവാ ഉറങ്ങാക്കുമെങ്കിൽ ഇവർക്ക് 10 മണിക്ക് ഉറങ്ങാക്കും. അത് നമ്മളെ ചീഫ് മിനിസ്റ്റർ, നമ്മളെ പ്രൈം മിനിസ്റ്റർ, ഇവർ വലിയ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇവരൊക്കെ എവിടെ ഉറങ്ങണമെന്നാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും, അതായത് ജീവിതത്തിന്റെ പകുതി ഭാഗം എടുക്കുന്ന ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. 12 മണിക്കൂർ ഉറങ്ങില്ലെങ്കിലും ഒരു 8 മണിക്കൂറെങ്കിലും മനുഷ്യൻ ഉറങ്ങും. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഒരു എന്താ പറയുക 1/3 എങ്കിലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ 1/3 ഇല്ലാത്ത ആൾക്കാരാണ് ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ. ഈ അദാനി അംബാനിയും പിന്നെ ഈ പറഞ്ഞ ഇപ്പം യൂസഫ് അലി സാഹിബ്, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ കോടീശ്വരന്മാർക്കൊക്കെ അവരൊക്കെ ഉറങ്ങണത് ഒരുപക്ഷെ പ്ലെയിനകത്തോ അല്ലെങ്കിൽ യാത്രയും അപ്പോഴും നേരെ ഉറങ്ങാക്കും. അപ്പോഴും 100 ഫോണും മറ്റേതും മെസ്സേജും അവിടുത്തെ കോടികളുടെ നഷ്ടം, കോടികൾ കോടി വന്നാലും കുഴപ്പം, എക്സൈറ്റ്മെന്റ് കൊണ്ട് ഉറക്കം പോകും, കോടി പോയാലും ടെൻഷൻ കൊണ്ട് ഉറക്കം പോകും. അതുകൊണ്ട് ഒരു കോടിയില്ലാത്ത ഒരു മുണ്ട് കോടിയായിട്ട് കൊടുത്തിട്ട് ഹാപ്പിയായിട്ട് നടക്കുന്ന സുഖമൊന്നും. ആഹാരം കഴിക്കാൻ 2 നേരമെങ്കിലും കിട്ടുമോ? പിന്നെ കിട്ടുന്നത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അതൊരു ഭയങ്കര മനസ്സമാനമാണ്, ഭയങ്കര സന്തോഷമാണ്. ആർക്കെങ്കിലും നമ്മൾ ഒരു ശരിക്കും ഒരു നീടുള്ള ഒരു മനുഷ്യനെ സഹായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് 1 മണിക്കൂർ എക്സ്ട്രാ ഉറങ്ങാൻ സാധിക്കും. അത് എൻ്റെ സ്വഭാവം. പക്ഷേ അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉറങ്ങുന്നവരും ഉണ്ട്, മനസ്സിലായില്ലേ? അവന് പൈസ കൊടുത്തില്ലല്ലോ, സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല നടന്മാരും ഒക്കെ പറയുന്ന പോലെ എന്താ മരണം വരെ അഭിനയം, അത് തന്നെയാണോ ഇനി ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന കാര്യം? സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ തളർന്ന് വീഴുന്ന ശരിക്കും അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും ആലുമൂടൻ ചേട്ടനെ ആലോചിക്കാറുണ്ട്, അഭിനയിച്ചുകൊണ്ടിരുന്ന മരിക്കാന്ന് പറഞ്ഞാൽ. അതൊക്കെ ശരിക്കും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ടറേയും പ്രൊഡ്യൂസറുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. പിന്നെ ഇത് മൊത്തം റീഷൂട്ട് ചെയ്യണ്ടേ, ഇടയ്ക്ക് വെച്ച് ഇടയിൽ തട്ടിപ്പോയ
അങ്ങനത്തെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഷോട്ട് ആയിരിക്കണം. അത് അതോടെ തീർന്നെങ്കിൽ പിന്നെ ഡബിങ്ങിന്റെ പ്രശ്നമാണ്. അതിന് കോട്ടയം നസീർ ഉള്ളതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. നസീർ സൗണ്ട് കൊടുത്തോളൂ. നസീർ ഞാൻ തമ്മിൽ പന്തായമുണ്ട്, വളരെ വർഷം വെച്ചാണ്. നസീർ ചേട്ടൻ്റെ സൗണ്ട് ഞാൻ അപ്പം അന്ന് എൻ്റെ കയ്യിൽ 100 രൂപ പോലും ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ തരുമെന്ന് പറഞ്ഞു. എൻ്റെ സൗണ്ട് നിങ്ങൾ ലിമിറ്റേറ്റ് ചെയ്താൽ 1 ലക്ഷം രൂപ. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞങ്ങളൊരു പടം ചെയ്തു. അപ്പോഴും പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിങ്ങൾ ജീവിതം മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എൻ്റെ സൗണ്ട് നിങ്ങൾ ലിമിറ്റേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ചില സൗണ്ട് ലിമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെന്ന് മാത്രമല്ല, ഞാൻ അഹങ്കരിക്കൊന്നുമില്ല, പക്ഷേ അതേ ശൈലിയിലൊക്കെ പറയാം. ഞാൻ പറയാം എൻ്റെ ചേഷ്ടകളും ശൈലിയെല്ലാം. പക്ഷേ ആ സൗണ്ട് നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഉമ്മൻചാണ്ടി, പിന്നെ അങ്ങനെയൊക്കെ കെ മാണി, ഇതൊക്കെ ഈ സൗണ്ടുകളെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അവർ ഫ്രണ്ടിൽ നിൽക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങളിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യില്ല. നിങ്ങളെൻ്റെ ചേഷ്ടകൾ ഇമിറ്റേറ്റ് ചെയ്യുമായിരിക്കും, എൻ്റെ സംസാരിക്കുമ്പോഴുള്ള അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ആ സൗണ്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ 1 ലക്ഷം രൂപ ഞാൻ തരാം. ശരി, ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം ഇത്ര നേരം സംസാരിച്ചതിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ എന്താ പറയുക പകുതി ഭാഗം പോലും ആയിട്ടില്ല. അതിനുശേഷം ഇപ്പം ഞാൻ കണ്ടുവരുന്നൊരിപ്പം സായികുമാറൊക്കെ പോലുള്ളവർ, അവരൊക്കെ ഒരു പകുതിക്ക് ശേഷം പിന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ്, അതായത് ഇത്തിരി പ്രായമുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. സായികുമാറൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം വന്ന കാലം പോലെ നല്ല ഗംഭീര വേഷങ്ങൾ. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, പ്രായമായതിനു ശേഷം വീണ്ടും മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ മധ്യവയസ്കൻ. നമ്മൾ ഈ ചിലപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ കാണുമ്പോഴത്തേക്കും 48 വയസ്സായ മധ്യവയസ്കൻ നമ്മൾ മധ്യവയസ്കൻ എന്ന് പറയുന്നത് 75 ആകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഇത് 60 വയസ്സെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വയസ്സൻ കിഴവൻ. അപ്പൊ അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പ്രായത്തിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ട്. ഇപ്പൊ 40 വയസ്സിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, 102 വയസ്സിൽ ഓടി നടക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഈയിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു, അതായത് 90 വയസ്സിന് മുകളിൽ, അല്ല 85-90 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു 100 മീറ്റേഴ്സ് ഓട്ടപ്പന്തയം. അതിനകത്ത് 102 വയസ്സായ ഒരാളാണ് നാലാമത് എന്തോ ഓടി വന്നത്. 102 വയസ്സ്. അപ്പൊ ആലോചിക്കും, നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ, നമുക്ക് ഇപ്പോഴേ ഓടാവണില്ല, പിന്നെയാണ് 102 എവിടെ കാണും നമ്മൾ. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യം തരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരു പ്രായമായ ഒരു കാലഘട്ടത്തിൽ പോലും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് ലഭിക്കുന്ന നിർബന്ധമൊന്നുമില്ല. കാര്യം അന്ന് പടം എടുക്കുന്ന ആൾക്കാർ നമ്മളെ വിളിക്കണം എന്നുള്ള മനസ്സും കൂടെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രധാന വിഷയം, നമ്മൾ ഭയങ്കരമായിട്ട് അഭിനയിച്ചാൽ മാത്രം പോരാ, അവരുമായിട്ടൊക്കെ വളരെ സ്നേഹത്തോടെയും അതൊക്കെ വേണം. നമ്മളൊരു ബിഹേവിയറും എല്ലാം നന്നായിരിക്കണം. അത് എൻ്റെന്ന് മാത്രമല്ല, എല്ലാ ആൾക്കാരുടെയും. അതായത് ഇപ്പോൾ ബൈജുവിനെ സംബന്ധിച്ചോളം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. നിങ്ങൾ കാറുകളുടെ ഇതെടുത്ത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള ചാനൽ നിങ്ങൾ സ്വന്തമായിട്ടുണ്ട്. നിങ്ങൾക്കിത് നാളെ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം, നിങ്ങൾക്ക് വേറൊരു ബിസിനസ് തുടങ്ങാം. നിങ്ങൾക്കൊരു ബോസ് ഇല്ല, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഞാൻ എൻ്റെ ബോസല്ല. എൻ്റെ ബോസ് എന്ന് പറയുന്നത് ഈ സിനിമാക്കാർ മൊത്തം എൻ്റെ ബോസാണ്. അപ്പം അവരെന്നെ വിളിച്ചാലേ ഒക്കുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങൾ എന്നെ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറാണ്, ഞാൻ നിങ്ങളോട് മോശപ്പെട്ട അനുഭവം വന്ന് നിങ്ങളെ മനസ്സിൽ തോന്നി ഈ ജീവിതത്തിൽ ഞാൻ എന്നെ വിളിക്കില്ലെന്ന് തോന്നി, ഞാൻ എന്നെ വിളിക്കില്ല. പറയുകയും ചെയ്യും. അപ്പം പറയുകയും ചെയ്യും. അല്ല, പറഞ്ഞാലും ചിലരെ വിളിക്കും. കാര്യം അവർക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് അവർ വിളിക്കുമായിരിക്കും. പക്ഷെ അവർക്കും അനുഭവം വന്നാൽ എന്ത് ചെയ്യും, അവരും വിളിക്കില്ല. അങ്ങനെ ഒരു 50 പേരെ നമ്മൾ അകറ്റിയാൽ തീർന്നു, വീട്ടിലിരിക്കും. അപ്പം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും കൂടെ ഇരിക്കും. ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ചേട്ടാന്ന് വിളിക്കുന്നത് മാത്രമല്ല, നമ്മൾ വർക്കിന് വിളിച്ചാൽ നമ്മൾ പോണത്, നമ്മൾ സംസാരിക്കും. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ, അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഡയറക്ടറാണ്, നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ പ്രൊഡ്യൂസർ ഇങ്ങേരാണ് പ്രൊഡ്യൂസർ, ഇങ്ങേരുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഇങ്ങേരുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങേരുടെ നിന്ന് 15 ലക്ഷം രൂപ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവമൊക്കെ ഓക്കെ ബൈജു, പക്ഷെ അയാൾ വേണ്ട, എനിക്ക് പറ്റൂല. അപ്പം നിങ്ങൾ ശരി എന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. എല്ലാവരോടും നമ്മൾ ഡീസൻ്റായിട്ട് സ്നേഹത്തോടെ പെരുമാറിയാൽ മാത്രമേ കാര്യം വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ അത് എത്ര നാൾ നന്നായിട്ട് പോകുന്നു അത്രയും നാൾ നമുക്ക് ഇതിൽ നിൽക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഇതെങ്കിലും തോന്നുക, പ്രായമൊക്കെ ആയി എന്നാലും അയാളെ വിളിക്കാമെന്ന് തോന്നിയാൽ നമ്മുടെ ഈ പറഞ്ഞ അവസാന കാലം വരെ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഗംഭീരമായിട്ട്, അത് അപൂർവം ചിലർക്കാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത്. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻസ്, നമ്മളിരിക്കുന്ന ആളെ തീരുമാനിക്കും എന്ത് ചെയ്യണം, ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം. എങ്കിലും ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. അതായത് ഇടയ്ക്ക് വന്ന് കയറിപ്പോയ ഈ സംവിധാനം എന്നതിലേക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം തിരിച്ചു വരുമോ? അല്ല, തിരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇടയ്ക്കെല്ലാം ശരിയായി വന്നതുമാണ്. പക്ഷെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു, ഒരു ചില സാങ്കേതിക കാരണങ്ങളാൽ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഈ ഒരു പടത്തിൻ്റെ കുറച്ച് ഭാഗം അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം വന്നു. അന്നേരം അതുകൊണ്ട് ആ സമയത്ത് കാര്യം അപ്പോഴത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഭ്രാന്തായി പോണ സംഭവമാണ്. കാര്യം
അത് എളുപ്പമുള്ള കാര്യമല്ല ഒന്നാമത്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നല്ല പലരും അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഏട്ടാ ഇതാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളെക്കാട്ടിലും എത്ര മുകളിൽ അവൻ ചിന്തിച്ചിരിക്കണു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് തോന്നും നമുക്ക് ഈ പണി ശരിയാവില്ല. മാത്രമല്ല ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാ കാര്യവും അപ്ഡേറ്റ് ആയിരിക്കണം. ഈ ക്യാമറ, ഈ ലെൻസും ക്യാമറയും ലൈറ്റും ഒക്കെ നമുക്ക് കുറേ അറിയാം. ഞാൻ കാര്യം എന്തുസാസം കൊണ്ട് ഞാൻ പോയി അന്വേഷിക്കും, ചോദിക്കും ഇത് ഏത് ലെൻസാണ്, ഇത് എന്ത് ടൈപ്പാണ്, ഇത് ലേറ്റസ്റ്റ് ആണോ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ അന്വേഷിക്കുന്നുണ്ട്, നമുക്കറിയാം. അതുമാത്രമല്ല എഡിറ്റിങ്ങിലുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഈ ഇപ്പം CG ചെയ്യുന്ന കാര്യങ്ങളിലുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് കാര്യം നമ്മൾ അന്വേഷിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ടെക്നീഷ്യൻ ആവണമെങ്കിൽ ഈ പണി ആദ്യം നിർത്തുക ഇവിടെ, എന്നിട്ട് അവിടെ ചെന്ന് അത് കംപ്ലീറ്റ് പഠിച്ച് നോക്കി അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ ഷോട്ട്. പിന്നെ ഒരു സിനിമ കൺസീവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, ചുമ്മാതെ എടുത്തു വെച്ചാൽ പോരാ. അപ്പോൾ അത് ആ സ്റ്റൈലിലും മറ്റുള്ള സിനിമകളൊക്കെ കണ്ട് അവരുടെ ശൈലികൾ മനസ്സിലാക്കി ജനത്തിന് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യണം. കാര്യം നമ്മൾ വല്ലവരുടെയും പൈസ എടുത്തൊരു പടം ചെയ്യുമ്പം അത് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ കാരണം ഇങ്ങനെ നാളെ പറയാൻ പാടില്ലോ, അയ്യോ ഞാൻ ഇവനെ ഒരു പടം കൊടുത്തു കേട്ടാ, എന്നിട്ട് എൻ്റെ 10 കോടി രൂപ തീർത്തിട്ടാണ് ഇതാ കിടന്ന് ചിരിക്കണമെന്ന് പറയും. അതെനിക്ക് താല്പര്യമില്ല. ഒന്നിലും നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി പടം ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർ 10 കോടി രൂപ തലയ്ക്ക് കഴിഞ്ഞ് ഇതാ എനിക്ക് വേണ്ട നീ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞ് തരിക. ഈ പൈസ നീ ഓടിയാലും ഓടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അപ്പം നമുക്ക് ധൈര്യമാണ്. ഇത് നമ്മൾ 10 കോടി നമ്മൾക്ക് വേണ്ടി മുടക്കിയ നമ്മൾ 10 കോടി 1 ലക്ഷമെങ്കിലും ഉണ്ടാക്കി തിരിച്ചു കൊടുക്കും. അതുപോലും പറ്റില്ല, പിന്നെ നമുക്കെന്താ? അപ്പോൾ അത്രയും ടെൻഷൻ ഒരു വർഷവും അതിനുവേണ്ടി മാറ്റി വയ്ക്കണം, അത്രയും ടെൻഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ അത് തൽക്കാലമാണ്. കാര്യം വേഷങ്ങൾ അത്യാവശ്യം ഇങ്ങനെ കിട്ടി പോകണം. ഇപ്പം ജീവിക്കാനുള്ള ഒരു ഇതിങ്ങനെ ഓടുന്നുണ്ട്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അത് തന്നെ അങ്ങനെ മുമ്പോട്ട് പോകും. പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ള 2-3 പേരുണ്ട്. ഇവനൊരു ആക്ടർ പോലും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ സീനിയറായിട്ടുള്ളൊരു പഴയ ആക്ടർ, നീ പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പൈസ മുടക്കും. അങ്ങയുടെ പൈസ എന്നല്ല, അങ്ങയുടെ ഒരു ഫ്രണ്ടുണ്ട് ഫോറിനിൽ എവിടെയോ, അപ്പോൾ പൈസ മുടക്കാത്തതാണ്. നീ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പൈസ മുടക്കാം. ഇപ്പോഴും കൂടെ പണ്ട് പറഞ്ഞതാണ്, ഇപ്പോഴും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള 2-3 പേരുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കാശ് മുടക്കാൻ തയ്യാറായിട്ടുള്ള ആളുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ഇടപെടുന്നില്ല. അതെ അത് ശരിയാവില്ല. കാര്യം എങ്കിൽ പടം ഓടുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളൊരു കഥയും കാര്യങ്ങളും എല്ലാം ഒത്തുവരികയാണെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ ഇതിപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് അറിയാമോ? ഓടിയില്ലെങ്കിൽ പിന്നെ ഈ പടം ഡയറക്ഷനും കിട്ടൂല, അഭിനയിക്കാനും കിട്ടൂല. അഭിനയിക്കാനായിട്ട് നമ്മളൊരു പടത്തിന് വേണ്ടി ഡിസ്കഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞു അയാൾ വലിയ ഡയറക്ടർ, അയാൾ പടം കിട്ടൂല കേട്ടോ. അതിപ്പോൾ അടുത്ത പടം ഒന്നുമില്ലെങ്കിലും പറയും അടുത്ത പടം ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്ന് പറയും. അവിടെ ഞാൻ നാട് വിട്ട് പോയെന്ന് പറഞ്ഞു. എന്നെ അടുത്ത് വിളിച്ച് അളിയാ നീ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വീട്ടിലുണ്ട്. നീ അമേരിക്ക സെറ്റിൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചാര് പറഞ്ഞു. ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നപ്പോഴത്തേക്കും അവിടെ ആരോ പറഞ്ഞു വിളിക്കണ്ട അമേരിക്ക പോയി സെറ്റിൽ ചെയ്തത്. ഞാൻ എൻ്റെ ഒരു 4 മാസം മുമ്പ് അമേരിക്ക പോയിരുന്നു, അവിടെ സെറ്റിലായല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടേ ഏതായാലും 36 വർഷമായിട്ട് ഈ പാരകളെല്ലാം തൃണമൽ കടിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രസമാണ്. അതൊക്കെ ചാടിക്കടന്ന് വേണ്ടേ പോകാൻ. നമ്മൾ ചുമ്മാതെ ഈസിയായി നടന്നു പോകാൻ പാടില്ല. അങ്ങനത്തെ ആൾക്കാർ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ നമ്മളെ വിരോധമുള്ള ആൾക്കാരും കാണും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വിരോധമുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഈ നാട്ടിലുണ്ട്. വളരെ കാര്യമില്ല. ഞാൻ ഒരു ഷോ, മുകേഷ് ഏട്ടൻ്റെ ഒരു ഷോ കുട്ടികളെ വെച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് ഞാനകത്തൊരു ഒരു പയ്യൻ അതിനകത്ത് ഒരു പൈസയുടെ ഇത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അയാൾക്ക് അത് കിട്ടാതെ ഞാൻ ബ്ലോക്ക് ചെയ്തു. കാര്യം അയാളുടെ ആറ്റിറ്റ്യൂഡ് ആ പൈസയോടൊരു ആർത്തി കാണിക്കുന്നവരാണ്. എന്നിട്ട് ഞാൻ അത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇയാൾക്ക് വലിയ വിഷമം. ഞാൻ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോനെ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും ഈ പ്രായത്തിൽ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെന്താണ് പൈസയോട് ആർത്തി കാണിക്കരുത്. പൈസ അത് വരും, അതല്ലാതെ അതേ ഇതെന്ന് പറഞ്ഞാൽ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അതെപ്പോഴും മനസ്സിൽ ഓർമ്മയിരിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന്. അല്ല അയാളുടേതായ രീതിയിൽ അയാൾ വിൻ ചെയ്തു എന്തോ ആണ്, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നെ എത്ര പേരെന്നറിയാൻ ചീത്ത ഈ സോഷ്യൽ മീഡിയയിൽ. അത് വളരെ വർഷം മുമ്പാണ്. ഈ അടുത്ത കാലത്ത് എന്തോന്നോ വന്നപ്പോൾ കുറേ നല്ല മെസ്സേജിൻ്റെ ഇടയിൽ കൂടെ അയാൾ ചെയ്ത അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവൻ ഭയങ്കര വൃത്തികെട്ടവനാണ്. പണ്ടൊരു പാവം പയ്യനെ കരയിപ്പിച്ചതാണ് ഇടയിൽ കൂടെ.
വിശ്വസിക്കാൻ കൊള്ളാത്ത. അവന്റെ ജീവിതത്തിലെ കാര്യം പോലെ ഓർക്കുന്നുണ്ടാവില്ല. അതെ, അപ്പോഴാണ് ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക ആൾക്കാർ. അപ്പം ഞാൻ അവന് നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചാണ് അത് പ്രവർത്തിച്ചത്. പക്ഷെ അത് തിരിച്ചടിച്ചു. അത് ആൾക്കാർ കുറേ ആൾക്കാർ റോങ് ആയിട്ട് എടുത്ത്. കുറേ സ്ത്രീകളൊക്കെ തന്നെ ഭയങ്കര രീതിയിൽ കൂടെ വോട്ട് ഇത് ചെയ്യാൻ. അതുകൊണ്ട് നമ്മളെ വെറുക്കുന്നവരും ഇഷ്ടംപോലെ ഈ ഭൂമിയിലുണ്ട്. കെയർഫുൾ ആയിട്ടൊക്കെ സൂക്ഷിച്ച് ഓരോ അടിയും അതെ നോക്കി നടന്ന. അതെ, പണ്ട് എം ടി വാസുദേവൻ പറഞ്ഞ പോലെ നിലത്ത് നോക്കി നടക്കുന്നു സർപ്പദംശമേക്കാതെ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ജനങ്ങളെ കാണിക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള വർഷങ്ങളെല്ലാം ഞങ്ങൾക്ക് ഗംഭീരമായ കഥാപാത്രങ്ങൾ തന്ന് മുന്നോട്ട് പോട്ടെ. അതുപോലെ എപ്പോഴെങ്കിലും ഒരു നല്ല സിനിമ സംവിധാനം ചെയ്യാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഞാൻ ലംബോർഗിനി എടുക്കുമ്പോൾ വിളിക്കും. അതെ അതെ സാർ, അതിന് ഞാൻ വരും, എന്തായാലും വരും തീർച്ചയായും. ഞാൻ എനിക്ക് തോന്നുന്നു 77, 78 അങ്ങോട്ടാണ് ആ സിനിമ വന്നത്. കാനൻ ബോൾഡറാണെന്ന്. അന്ന് തൊട്ട് ഞാൻ ലാംബോർഗിനിയുടെ ഫാനാണ്. ഞാൻ അതിന് ഇവിടെ ഒരു കടയിൽ നിന്ന് മോഡലൊക്കെ വാങ്ങിച്ചു, പോസ്റ്റർ വാങ്ങിച്ചു, ഭയങ്കര ക്രേസാണ്. അപ്പോൾ എൻ്റെ വാച്ച് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം എടുക്കും. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴും ദിവസങ്ങൾ കടന്നില്ലത്തോടും ഇത് എൻ്റെ കൈപ്പിടിയിലുള്ള സാധനമല്ല, അത് കുറേ കൂടെ ദൂരെ നിൽക്കുന്ന സാധനമാണ് എന്നുള്ളതുണ്ട്. പക്ഷേ എന്നാലും മനസ്സിൽ വാശിയുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ 77, 78 സിനിമ ഇറങ്ങി. സെക്കൻഡ് കിട്ടും. പക്ഷേ അപ്പം ഈ രാജുവിൻ്റെ ഡ്രൈവറുണ്ട്, രാജൻ അണ്ണാ, ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് തിരുവനന്തപുരത്ത് പോകും. പക്ഷേ ഇടയിൽ കൊല്ലത്തെത്തുമ്പോൾ ഞങ്ങൾ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും. 2 കിലോമീറ്റർ ഉണ്ടാ മൈലേജ്. പിന്നെ നിങ്ങൾ എന്തായാലും എടുത്ത് വെച്ച് പതുക്കെ പോകില്ലല്ലോ, ഒരു ചവിട്ടി കിട്ടും. അപ്പോൾ ഇത് 1.5 കിലോമീറ്ററായി മാറും. ലംബോർഗിനി എടുത്തിട്ട് പെട്രോളിന്റെ കാര്യം പറഞ്ഞ ചില ആൾക്കാർ റോൾസ് റോയ്സ് ഇതിന് എന്ത് മൈലേജ് ഉണ്ട്, ഒറ്റ വീക്ക് വെച്ചിട്ട് റോൾസ് റോയ്സിന് മൈലേജ് ചോദിക്കണം. ഇതിനൊക്കെ നാളുണ്ടോ? ഈ 10 കോടി രൂപ വണ്ടി വെച്ചിട്ട് മൈലേജ് ഇതിന് 11 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ, മറ്റേതിന് 14 കിലോമീറ്റർ ഉണ്ട്. അതിന് മാരുതി എടുക്കാം. എന്നാലും ഇങ്ങനെ ആഗ്രഹമുള്ള കാര്യം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വണ്ടികളോട് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നേ ആഗ്രഹിക്കാവുള്ളൂ എന്നുള്ളൊരിതുണ്ട്. അപ്പം മറ്റുള്ള വണ്ടികളൊന്നും എനിക്ക് അങ്ങനത്തെ വലിയ ബെൻസ് എടുക്കണം, വോൾവോ എടുക്കണം, ഐ ആം വെരി ഹാപ്പി വിത്ത് മാരുതി. കാര്യം ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമുട്ടോ ചെയ്താലും നമ്മളെ കൈക്ക് ഒതുങ്ങി നമുക്കത് എടുക്കാം. ടയോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടയോട്ട ഇപ്പോൾ ശരിക്കും ഇത്രയും വർഷമായിട്ട് ഞാൻ മാരുതിയാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ആദ്യം 1000 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് SX4 വാങ്ങിച്ചു, അത് കഴിഞ്ഞ് സിയാസ് വാങ്ങിച്ചു, പിന്നെ അത് കൊടുത്ത് ഹൈബ്രിഡ് സിയാസ് എടുത്തു. ഇപ്പോഴാണ് ബെന്നമെലാനെ എടുത്തു, പിന്നെ എല്ലാം മാരുതി തന്നെയാണ്. ഇപ്പോഴാണ് ഈ ടയോട്ട. അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളത് സംസാരിച്ചല്ലോ, ക്യാമറി എടുക്കണം എന്ന് ആഗ്രഹം. അപ്പോൾ അത് അടുത്ത് എടുക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പുതിയ വണ്ടിക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് തൽക്കാലം നിൽക്കുന്നു. പക്ഷേ ഇതെല്ലാം അപ്പാർട്ട് ഫ്രം ഓൾ ദി സിമ്പിൾ തിങ്സ് മറ്റേത് മനസ്സിൽ കിടപ്പുണ്ട്. ലാംബോർഗിനി അത് അപ്പോൾ എന്തായാലും അങ്ങനെ ഇടവരട്ടെ. ലംബോർഗിനി വീണ്ടും കാണും. താങ്ക് യു.